ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾക്കിത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യും. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ടേസ്റ്റി സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും. ഉരുളക്കിഴങ്ങൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ വേണം ഇതുപോലെ പൊടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർക്കുന്ന കോൺഫ്ലോർ 1 കിലോയ്ക്ക് 1 കിലോ ഉരുളക്കിഴങ്ങിന് 1/4 കപ്പ് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. ഒറിഗാനോ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒരു പിടി മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും കോൺഫ്ലോറും ഒക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ടുകൂടി ഒന്ന് നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിലേക്ക് നമ്മൾക്കൊന്ന് പരത്തി കൊടുക്കണം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ബട്ടർ പേപ്പറിലേക്ക് പരത്തി കൊടുക്കുന്നത്. ഇതുപോലൊരു ബട്ടർ പേപ്പർ എടുത്ത് അതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾക്ക് കുഴച്ച മാവ് വെച്ചു കൊടുക്കാം. ഇനി ഇത് ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ റോളർ പിൻ വെച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നാക്കി പരത്തരുത്. എല്ലാ ഭാഗവും ഒരേ കനത്തിലാവുന്നത് വരെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ ബട്ടർ പേപ്പർ ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇനി ഇത് നമ്മൾക്ക് ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രീസറിൽ നിന്ന് മാവ് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവില്ല. അതിനു വേണ്ടിയാണ് ഫ്രീസറിൽ വെക്കുന്നത്. ഇനി ഇത് അരികൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു റെക്ടാംഗിൾ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇപ്പം നമ്മൾ മാവ് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുന്ന അതേ ഒരു നീളത്തിലും കനത്തിലും വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഈ മുറിച്ചെടുത്ത ഓരോ കഷ്ണങ്ങളും ഇതുപോലെ പൊട്ടിപ്പോവാതെ സാവധാനത്തിലൊന്നെടുത്ത് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോ സ്ട്രിപ്പുകളായിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ആയിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞും അകം വേവാതെ ഇരിക്കും. ഇപ്പോൾ ഫ്രൈസ് ഒക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള പൊട്ടറ്റോ ലോങ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെയും കൂടി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.